കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചെറുകര RGM LP സ്കൂളിൽ വൻ കവർച്ച. സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിൽ സ്ഥാപിച്ചിരുന്ന ആംപ്ലിഫയർ, മിക്സർ യൂണിറ്റ്, സ്പീക്കറുകൾ എന്നിവയാണ് മോഷണം പോയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. പിന്നീട് ഇന്ന് സ്കൂൾ അധികൃതർ സ്കൂളിലെത്തിയപ്പോഴാണ് കവർച്ചാ വിവരം പുറത്തറിയുന്നത്. ക്ലാസിന്റെ മുൻവശത്തെ ഗ്രില്ലും പൂട്ടും തകർത്താണ് കവർച്ച നടത്തിയിരിക്കുന്നത്. സ്കൂൾ അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ കുളത്തൂപ്പുഴ പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചതായി കുളത്തൂപ്പുഴ പോലീസ് പറയുന്നു. അതേസമയം മോഷ്ടാക്കളെ വേഗത്തിൽ പിടികൂടാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് PTA പ്രസിഡന്റ് മനോജ് ആവശ്യപ്പെട്ടു. മുമ്പും സമാനമായ കവർച്ചകൾ നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അടിയന്തരമായ ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും മനോജ് ആവശ്യപ്പെട്ടു. ഞാൻ നമ്മുടെ ചെറുകര RGM സ്കൂളിലെ PTA പ്രസിഡന്റാണ്. നമ്മൾ 24-ാം തീയതി നമുക്ക് ഇവിടെ ഒരു ഉന്നത ട്യൂഷൻ പരിപാടി ഉണ്ടായിരുന്നു. ഉന്നത ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നാണ് സ്കൂളിലോട്ട് പ്രവേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രവേശിക്കുമ്പം ഈ ദിവസത്തിനകത്ത് വെച്ച് ഇന്ന് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇവിടെ കുറേ സാധനങ്ങൾ നമ്മുടെ മോഷണങ്ങൾ പോയി. ഒരു 1.5 ലക്ഷം രൂപ സാധനം ഉദ്ദേശം 1.5 ലക്ഷം രൂപ സാധനം മോഷണം പോയത്. നമ്മളവിടെ അതിനകത്ത് സ്മാർട്ട് ക്ലാസ്സിനകത്ത് കുറേ സ്പീക്കറും ഒരു സ്പീക്കർ, ഒരു മിക്സർ, ഒരു ആംപ്ലിഫയർ, അങ്ങനെ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ മോഷണം പോയി. അപ്പോൾ അത് നമ്മൾ നടപടിക്കൊന്നാണ് നിയമപരമായിട്ട് നമ്മൾ പരാതികളൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നടപടി എടുക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷയും. അപ്പോൾ അത് നമുക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ കുറ്റവാളികളെ നടപടി കണ്ടെത്തി കൊണ്ടുതരും. അതാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെയാണ്. മുമ്പ് ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു 3ാമത്തെ തവണ ഞാനിപ്പോൾ കയറിയിട്ട് ഞാൻ ഈ ഒരു വർഷം കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പിലും ഇതുപോലെ സമാനമായി നടന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതെല്ലാം ഇതുകൊണ്ടുകൊണ്ട് ഇതിനെ നമുക്ക് അങ്ങനെ ഒരു പരാതിയായി സ്വീകരിച്ച് എല്ലാം നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക്. എന്നാൽ പലതവണ കവർച്ച നടന്ന സ്കൂളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുകയോ സുരക്ഷ വർദ്ധിപ്പിക്കുകയോ ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധമുയരുന്നുണ്ട്. 2 ലക്ഷത്തിലധികം രൂപയുടെ സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന ക്ലാസ് മുറിയുടെ മുൻഭാഗത്താകെ ഉണ്ടായിരുന്നത് കട്ടി കുറഞ്ഞ ഒരു ഗ്രില്ല് മാത്രമാണ്. ശക്തിയായി ഒന്ന് പിടിച്ചാൽ ഒപ്പം പോരുന്ന ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടക്കുകയും കവർച്ച നടത്തുകയും ചെയ്തിട്ടുള്ളത്. CCTV ഉൾപ്പെടെ സ്ഥാപിച്ച് സ്കൂളിൽ കുട്ടികളുടെയും വിലപിടിപ്പുള്ള സാധനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ പഞ്ചായത്ത്, പോലീസ് അധികൃതർ തയ്യാറാകണമെന്ന് പൊതുപ്രവർത്തകനായ G. അരുൺ ആവശ്യപ്പെട്ടു. കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ നിലവിൽ ഏറ്റവും അധികം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ചെറുകര. അതിന് ചെറുകര പഞ്ചായത്തിൻ്റെ കീഴിൽ പഞ്ചായത്ത് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ട്രൈബൽ സ്കൂളിൽ ഒരു മോഷണം നടക്കുകയുണ്ടായി. എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുക ആദ്യത്തെ മോഷണം എന്നല്ല, 2ാമത്തെയാണ് ഈ മോഷണം. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് അവരുടെ CSR ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഏകദേശം 2 ലക്ഷം രൂപയോളം വില വരുന്ന സ്മാർട്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഉള്ള ഉപകരണങ്ങളാണ് ഈ ക്രിസ്മസ് അവധിക്കാലത്ത് മോഷണം പോയത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് നേരിട്ട് ചെയ്യുന്ന സ്കൂളായാലും ഇതിൽ ആ സ്കൂളിന് സംരക്ഷണം ഒരുക്കുന്ന രീതിയിലുള്ള CCTVയോ അല്ലെങ്കിൽ രാത്രികാല സെക്യൂരിറ്റിയോ ഒന്നുമില്ലാത്ത ഒരു സ്കൂളായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കാനിടയായത്. ആദ്യം നടന്ന മോഷണത്തിലെ പ്രതികളെ കണ്ടെത്താനോ അവർക്ക് തക്കതായ ശിക്ഷകൾ വാങ്ങിച്ചു കൊടുക്കാനോ ഈ ഭരണ സംവിധാനം ഒരു നടപടി എടുക്കാത്തത് കൊണ്ടാണ് 2ാമതും സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത്. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് CSR ഫണ്ട് ഉപയോഗിച്ച് അടുത്തിടെ വാങ്ങി നൽകിയ സാധനങ്ങളാണ് ഇപ്പോൾ കവർച്ച ചെയ്യപ്പെട്ടത്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.